ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേർക്ക് തീരെ വയ്യായിരുന്നു. തോമുവിന് തീരെ വയ്യ, എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വൈകുന്നേരമായപ്പോഴേക്കും ഉഷാറായി. മരുന്ന് കഴിക്കാൻ കുറേ മടിയുണ്ട്, അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ. അപ്പോൾ പാച്ചുവിന് കുഴപ്പമൊന്നുമില്ല. പാച്ചു ഒന്ന് മിടുക്കനായിട്ട് ഫസ്റ്റ് സ്കൂളിലേക്ക് പോയിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവൻ പോയി, ഡാഡിയുടെ കൂടെയാണ് പോയത്. ഭയങ്കര സന്തോഷമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ എണീറ്റു നോക്കിയപ്പോൾ നമ്മുടെ ഇന്ന് ബ്രെഡും മുട്ടയും ഉണ്ടായിരുന്നു. എനിക്ക് നല്ല നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാക്കോച്ചൻ്റെ മെയിൻ കളിപ്പാട്ടാണ് നമ്മുടെ ചോറ് ഊറ്റണ അരിപ്പാട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഇന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് നമ്മുടെ ലുലുവിലത്തെ ഹൈലൈറ്റ് മോളിലത്തെ മറ്റേ ഓഫറുള്ള സാധനങ്ങൾ. വിഷു കൈനീട്ടം എന്ന് പറഞ്ഞിട്ട് ലുലുവിൻ്റെ ഓഫറുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ അങ്ങനെ കാര്യമായിട്ടൊരു ഓഫറായിട്ട് തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്താണ്, പക്ഷേ വലിയ ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. എന്നാലും പറ്റിയെങ്കിൽ ഒരു ദിവസം വെറുതെ പോകണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ നമ്മുടെ അരിപ്പക്കയിലും കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ്റെ അരിപ്പക്കയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളോട് പറയും, കുറേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വീട് മാറിയ സമയത്ത് അപ്പച്ചനും കൂടി വാങ്ങി തന്നിട്ടുള്ള പാത്രങ്ങളിൽ ഒന്നാണ് ഈ അരിപ്പക്കയിൽ. അപ്പോൾ ഞാൻ പറയും, അത് നശിപ്പിക്കായിക്കോ, എൻ്റെ കണ്ണടയും വരെ എനിക്കത് കാണണം എന്ന് പറയും ഞാൻ. കാരണം അന്ന് വാങ്ങിയത് കുറേ സാധനങ്ങൾ, അന്ന് കല്യാണം കഴിഞ്ഞ് വീട് മാറുമ്പോഴുള്ള കുറേ സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ പേരെഴുതിയിട്ടല്ലേ പാത്രങ്ങളൊക്കെ തരിക. അപ്പോൾ എല്ലാത്തിന്മേ ഡെൻസിറ്റോണിൽ നിന്ന് പേരെഴുതിയിട്ട് സ്പൂണും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അത് ഓരോന്ന് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർക്കും. അങ്ങനെ ഇവിടുത്തെ മെഴുകുതിരി ഇതേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സെൻറ്റഡ് ക്യാൻഡിലാണ് കേട്ടോ, ക്ലിൻറ്റേരെ അവിടുത്തെ തോന്നുന്നുണ്ട്. അതോ ഡയോൺ കൊണ്ടുവന്നേരത്തെയാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ കുറേ ഇങ്ങനെ സെൻറ്റഡ് ക്യാൻഡിലുകളുണ്ട്. നല്ല മണം അത് കത്തിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഡിവൈനുള്ള ബ്രെഡും ഇതാണ് ഡിവൈനും ഡിമ്പിളും ഇവരൊക്കെ അത് തന്നെയാണ് കഴിച്ചെന്ന് തോന്നുന്നുണ്ട്. ഞാൻ നല്ല നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പും പറഞ്ഞില്ലേ, നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ മറ്റേ എന്താ പറയുക, കുട്ടികൾക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. ആ ഒരു ഓർമ്മയാണ്. എനിക്ക് ഇഷ്ടമാണ് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് കേട്ടോ. അപ്പോൾ ഡിമ്പിളത് എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഡിവൈൻ ഓർണമെൻറ്റ്സൊക്കെ നോക്കുകയാണ്. കുറേ ഓർഡേഴ്സും കാര്യങ്ങളും രാവിലത്തെ എല്ലാം കഴിഞ്ഞ് രണ്ടാളും കൂടി ഒരു ചെറിയ പർച്ചേസിങ്ങിന് പോവുക. അപ്പോൾ തോമുവിന് ഇന്ന് പനിയായതുകൊണ്ട് തന്നെ ഡോൺ കൂടെ നിർത്തിയേക്കാണ്. ചാക്കോച്ചനും ഉണ്ട്. അപ്പോൾ അപ്പനും മക്കളും മുകളിൽ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഡോണിനും ചെറുതായിട്ടൊരു നീരുവീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഉച്ച വരെ ഒരു റെസ്റ്റ് എന്നുള്ള രീതിയിൽ അപ്പനും മക്കളും മുകളിൽ സുഖമായിട്ടിരിക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒച്ചയും ബഹളമൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല, വലിയ ശല്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ചാക്കോച്ചൻ ബഹളം വയ്ക്കാറുണ്ട്. ഇന്ന് വലിയ കുഴപ്പം കണ്ടില്ല, സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ മരുന്നുകൾ കഴിക്കുമ്പോൾ അതിൻ്റേതായ ചെറിയൊരു സഡേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നാത്തൂനിൽ നിന്ന് ബസ്സിലാണ് കേട്ടോ പോയേക്കണം. അവരുടെ ഇഷ്ടത്തിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബസ്സിലാണ് പോയത്. അപ്പോൾ ഞാൻ കണ്ടില്ല, അവർ വന്നിട്ട് ഇങ്ങനെ വിശേഷങ്ങൾ പറയണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടായിരുന്നതാണ്, ഇങ്ങനത്തെ വളകൾ കേട്ടോ. അപ്പോൾ ഈ വളകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാധാരണ വളയാണ്, പക്ഷെ കാണുമ്പോൾ മറ്റേ ക്ലിപ്പ് ബാങ്കിൾ പോലെ തോന്നും. പക്ഷെ നോർമൽ വളയാണ്, എല്ലാ സൈസിലും വരുന്നുണ്ട്. 10ഉം 2ഉം ഇല്ല കേട്ടോ. 2.10 ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നല്ല നമ്മളുടെ എന്താ പറയുക, മറ്റേ ചെട്ടിനാട് ഡിസൈനിലുള്ളതാണ്. ഇതിൻ്റെ തന്നെ കമ്മൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് നമ്മുടെ തളവള, അതായത് തളയുടെ പോലെയുള്ള വള, അഡ്ജസ്റ്റബിൾ വളയാണ്. അതും ഈ പറഞ്ഞ പോലെ എല്ലാ സൈസും ഉണ്ട്. 2.2, 2.10 വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഇന്ന് എടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കണ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മറ്റേ എന്താ പറയുക, പോസ്റ്റിങ് ഡാഡി കൊണ്ടുപോയി, അതോടുകൂടി പിള്ളേരും പോയി. പിന്നെ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് തൊണ്ടയൊക്കെ ഉഷാറാക്കിയിട്ട് ആവാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഡാഡി പോണതിന് മുമ്പായിട്ട് തന്നെ ഞാൻ കാപ്പി വെച്ചു കേട്ടോ. അപ്പോൾ ഡാഡിക്കും ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. കാരണം തൊണ്ടയ്ക്കൊരു സുഖമില്ലാണ്ടാകുമ്പോൾ നമുക്കൊരു ചൂടുള്ള കാപ്പി ചെല്ലുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ 3 in 1 എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പാലിലെടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കുറച്ച് കൂടും കേട്ടോ. പേരിന് എടുക്കാവൂ പാൽ, കുറേ എടുക്കാൻ പാടില്ല പേരിന്. കാരണം ഓൾറെഡി ഈ പൗഡറിലുള്ളതാണ്, പഞ്ചസാരയും പാലും കോഫി പൗഡറും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പേരിന് കുറച്ച് പാലും ഞാൻ 2 സാഷേ ചെറിയ മറ്റേ ഷുഗർ ഫ്രീയുടെ പഞ്ചസാരയും കൂടി ചേർത്ത് 2 ഗ്ലാസ് എടുത്തപ്പോൾ നന്നായി ആറ്റിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോഫി. അത് കൂട്ടേണ്ട പോലെ കൂട്ടണം, അല്ലെങ്കിൽ വെള്ളം ചവയ്ക്കും. നമ്മളത് നല്ല രീതിയിൽ കൂട്ടിയാൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അങ്ങനെ ഡാഡിയും കാപ്പി കുടിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡോണും പിള്ളേരും സേഫായിട്ട് മുകളിലാണ്, ഒരു ഒച്ചയും ബഹളമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഡ്രീം കളക്ഷൻസിലേക്കുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കയ്യോടെ വോയിസ് ഓവർ കൊടുക്കാണ്ട് കയ്യോടെ ലൈവായിട്ട് തന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഡാഡി എനിക്ക് മാലകളിങ്ങനെ കവറുകളിൽ നിന്നും ബോക്സുകളിൽ നിന്നൊക്കെ എടുത്ത് എനിക്ക് വെച്ച് തന്നിട്ടാണ് പോയത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് പറ്റില്ല, കാരണം ഓൾറെഡി 11:30 ആയിട്ടുണ്ടായിരുന്നു. 2 മണിക്കാണ് ഞാൻ സാധാരണ ഡ്രീം കളക്ഷൻസിൻ്റെ വീഡിയോ ഇടാറ്. അപ്പോൾ പിന്നെ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ആ പരിപാടിക്ക് ഇരുന്നു. അപ്പോൾ ശരിക്കും നല്ല ചൂടുണ്ട്, പക്ഷേ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശബ്ദം കേൾക്കും. ഞാനാന്ന് വെച്ചാൽ മറ്റേ മൈക്ക് കുട്ടികളുടെ 2 പേരുടെയും കയ്യിലും മൈക്കുണ്ട്, പക്ഷേ ഞാനത് വാങ്ങി വയ്ക്കാൻ മറന്നുപോയി. ഞാൻ ഇത്രയും ഫ്രീ ആയിട്ട് എനിക്കിത് എടുക്കാൻ പറ്റുന്നുള്ള വിചാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കയ്യോടെ അത് വീഡിയോ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളിന്ന് ഇന്നലെ, അതായത് നിങ്ങളിപ്പോൾ ഇന്ന് കാണുന്നത് വ്യാഴാഴ്ചയാണല്ലോ, ബുധനാഴ്ചയിലത്തെ ഡ്രീം കളക്ഷൻസിൻ്റെ വീഡിയോ ഫുൾ ലക്ഷ്മിയുടെ മാലകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണണം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. നമ്മളുടെ ചാനൽ ഡ്രീം കളക്ഷൻസ് പണ്ട് തൊട്ടേ ഉള്ളതാണ്, പക്ഷേ ഒന്ന് വീണ് കിടക്കാറുണ്ട്, കാരണം 2 ചാനലും കൂടി കൊണ്ട് നടക്കാൻ പറ്റാണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഏപ്രിൽ 1 തൊട്ട് ഞാനത് 2ാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ 9 അല്ല, 9 ഇന്ന് 10 തോന്നുന്നുണ്ട്. 10 ആണെങ്കിൽ 10 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഓരോ വീഡിയോ നോക്കിയാലും ഞാൻ സെക്ഷനായിട്ട് ഇട്ടേക്കണം. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും പറയാനൊക്കെ എളുപ്പം ഉള്ള, ഏറ്റവും മാക്സിമം എളുപ്പമുള്ള രീതിയിൽ ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്യാനിട്ടതിന് ശേഷം വേഗം കിച്ചണിലേക്ക് പോന്നു. അപ്പോൾ ഫ്ലാസ്കിൽ നമ്മുടെ പാച്ചുവിനുള്ള വെള്ളം നിറയ്ക്കാനുള്ള ഫ്ലാസ്കിലായിരുന്നു. അപ്പോൾ അതൊന്ന് നിറച്ചു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജസ്റ്റ് അതൊന്ന് കൂട്ടാൻ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൂട്ടുമ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇതും കൂടി ചതച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലൊരു തുണ്ട് മല്ലിപ്പൊടി ഇടും, വളരെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുത്തിപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ കാച്ചുക. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാട്ടോ, കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കുറേ ഇടരുത് കേട്ടോ, കുറച്ച്. അങ്ങനെ സമയം 2 ആകുമ്പോഴേക്കും എൻ്റെ ഒരുവിധം എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഡാഡി വന്നിട്ട് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാഡിയും ബാച്ചും കൂടിയിട്ട് വന്നു. അപ്പോൾ ഇവർ വരുമ്പോൾ 2 ദിവസമായി നമ്മുടെ പിള്ളേർ ചിക്കൻ വേണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്. അവർക്ക് കുറേ നാളായില്ലേ, ശരിക്കും 50 ദിവസം ആവാനാണ് പോണേ. അപ്പോൾ അവർക്ക് ചിക്കനോട് ഒരു ഇഷ്ടം, കുട്ടികളല്ലേ അവരെപ്പോഴും കഴിച്ചിരുന്നല്ലേ. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു ഒരു ചിക്കൻ വാങ്ങിയിട്ട് വന്നോളൂ, കുട്ടികൾക്ക് നമുക്ക് വറുത്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഡാഡി വരുന്നതോട് കൂടി തന്നെ ഡിംപിളും ഡിവൈനും എത്തിയിട്ടോ. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ചിക്കൻ ഞാൻ പറഞ്ഞു കുറച്ച് കുട്ടികൾക്കുള്ളത് മാത്രം ഞാനിപ്പോൾ ഒതുക്കി വയ്ക്കാം, ബാക്കി നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ഡിംപിൾ എനിക്ക് പുരട്ടി തന്നു. അത് ഞാൻ വറുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാ പാച്ചുവിനെ. തോമു ഓൾറെഡി നല്ല ഉറക്കമാണ്, അപ്പോൾ പിന്നെ അവനെ വിളിച്ചില്ല. അപ്പോൾ ഇന്ന് ചെറുപയറും പിന്നെ കൂർക്കുപ്പേരി പിന്നെ മോര് മറ്റേ സംഭാരം ഉണ്ടായിരുന്നു, അച്ചാറ്, പപ്പടം അങ്ങനെയായിട്ട് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ബോൺലെസ് എടുത്തിട്ട് ആദ്യം ഞാൻ ഓവനിലിട്ട് നന്നായി വേവിച്ചതിന് ശേഷമാണ് ഞാനൊന്ന് ഫ്രൈ ചെയ്തത് കേട്ടോ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചുട്ടെടുക്കണ പോലെ ചെയ്തുള്ളൂ, ഗ്രില്ല് ചെയ്യണ പോലെ ചൂടാക്കിയെടുത്ത്. കാരണം ഓവനിൽ വെച്ചപ്പോൾ തന്നെ ഓൾറെഡി അത് വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി. കാരണം എപ്പോഴും ഈ ഉറക്കക്ഷീണം 11:30-12 ആവും കിടന്നുറങ്ങുമ്പോൾ, നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പോൾ വിചാരിച്ചു നമ്മൾ ഉച്ചയ്ക്ക് കുറേ നേരം ഈ അതും ഇതും ചെയ്യണതിന് പകരം സുഖമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് എന്താ പറയുക, വല്ല ക്ഷീണം ഉണ്ടെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ ചോദിച്ചാൽ എന്തായാലും അവരൊക്കെ ഉറങ്ങും. എന്നാൽ പിന്നെ ഞാനും കിടക്കുക വെച്ചപ്പോൾ ഞാൻ കിടക്കണതിൽ പട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വെച്ചിട്ടൊക്കെ എടുക്കുക. കാരണം എങ്ങാനും എണീക്കാൻ വൈകിയാൽ പിന്നെ ആ സമയം കൊണ്ട് അവർക്ക് ഒരുക്കാനായിട്ട് വലിയ പണിയാണ്. അപ്പോൾ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ ഇന്ന് എണീറ്റപ്പോൾ പതിവില്ലാണ്ട് എനിക്ക് എന്തോ ഭയങ്കര വിശപ്പ്, തല ചുറ്റണു, മൊത്തത്തിലൊരു നോക്കിയപ്പോൾ പ്രഷർ ലോ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഷുഗറും എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ട്, വേരിയേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം, അപ്പോൾ ഈ 2 ദിവസമായിട്ട് നമ്മൾ തൊണ്ടവേദനയുടെ ഗുളികയും കാര്യങ്ങളൊക്കെ കഴിക്കല്ലേ. അപ്പോൾ പിള്ളേർ എനിക്ക് പാസ്ത ഉണ്ടാക്കി തന്നു കേട്ടോ, മറ്റേ വെജിറ്റബിൾ പാസ്തയാണ്. അങ്ങനെ അത് കഴിച്ച് അപ്പോൾ പിന്നെ ഞാൻ നാളേക്കുള്ള വീഡിയോ അപ്പോൾ കയ്യോടെ ഇന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ അപ്പനും മോനും പിള്ളേരും കൂടിയിട്ട് സിനിമ കാണാണ്. ഇന്ന് കണ്ടത് എനിക്ക് തോന്നുന്നു കടുവയാണെന്ന് തോന്നുന്നുണ്ട് അവിടെ ഇരുന്ന് കാണുന്നത്. അപ്പോൾ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ടീമിൻ്റെ ഒച്ചയും ബഹളമൊക്കെ കേൾക്കാനുണ്ടായിരുന്നു.
അങ്ങനെ അവരവിടെ ഇരിക്കുമ്പോൾ കുട്ടികളായിട്ട് അവിടെ ഇരുന്നോളും. അല്ലെങ്കിൽ എപ്പോഴും കിച്ചണിൽ വന്നിട്ട് ഭയങ്കര ശല്യം ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ അവരവിടെ ഇരിക്കും, ഞാനിതിൻ്റെ ഇടയിൽ ഡൈനിങ് ടേബിളും ഇരിക്കും, പിള്ളേർ രണ്ടുപേരും കിച്ചണിൽ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും വല്ല വർത്താനം പറയേണ്ടതൊക്കെ കേൾക്കാനും ഒക്കെ പറ്റും. അങ്ങനെ അവർ അവരുടെ നാളേക്കുള്ളതും ഇന്ന് രാത്രിയിലേക്കുള്ള പരിപാടികളെല്ലാതും കഴിച്ചു വെച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് രാത്രി എടുക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട. ഇതൊക്കെ പിൻ ടൈപ്പാണ് കേട്ടോ. ഇത് ഇനിയും സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ 3 പാറ്റേൺ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നാൾ ആരോ ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് സാധനം ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഈ 3ഉം പിന്നാണ്. അപ്പോൾ ഞാൻ തിരിച്ചതാ പറയുന്നത്. കുറേ പേര് എന്നോട് പിൻ ടൈപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വട്ടം കൂടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 3 പെയർ വീതം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടി ലോക്കറ്റുകൾ, കുഞ്ഞ് ലോക്കറ്റുകൾ. ഇത് നമ്മുടെ ആ കമ്മലിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ കമ്മലും വളയും ഒക്കെ ഉള്ള ലോക്കറ്റുകൾ, മറ്റേ ചെട്ടിനാടിൻ്റെ ഡിസൈനിൽ അതാണ്. പിന്നെ മറ്റേതൊക്കെ റൂബിയുടെ ലോക്കറ്റുകൾ. ഇത് മറ്റേ ക്രിസ്റ്റൽ, ഇതിൻ്റെ ബ്ലാക്കാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് കേട്ടോ. ഇത് ഇത്ര കളറുള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞിപ്പോൾ പിന്നെ സ്റ്റോക്ക് വന്നിട്ടുമില്ല കേട്ടോ. നല്ലതാണ് അത്. നിങ്ങൾക്കായാലും മാലയമ്മ കോർത്തിടുമ്പോൾ നല്ലതാണ്, ക്രിസ്റ്റലാണ് അത് കേട്ടോ. അങ്ങനെ ഇത് ഈ പറഞ്ഞ പോലെ കുട്ടി ലോക്കറ്റുകളാണ്, ലവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ലോക്കറ്റുകളാണ്. അപ്പോൾ അതിങ്ങനെ നേരെയല്ല, സൈഡിലേക്ക് എടുക്കുക, അതിൻ്റെ കൊളുത്ത് കണ്ടറിയാം. അങ്ങനെ ഇതും അങ്ങനത്തെ ലോക്കറ്റുകളാണ്. ഇതൊക്കെ ഒരു മീഡിയം സൈസാണ് കേട്ടോ, വലിയതും അല്ല ചെറുതും അല്ലാത്ത ലോക്കറ്റാണ്. താഴെയുള്ള സ്റ്റാർ ചെറുതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ലോക്കറ്റുകൾ എനിക്ക് പാക്ക് ചെയ്യാനും എടുക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഡയമണ്ടിൻ്റെ സെറ്റ് കണ്ടമാനം പോയിട്ടുണ്ട് കേട്ടോ. അത് വേറെ ആൾക്കാരും അത് എന്താ പറയുക സെയിൽ ചെയ്യുന്നത് കണ്ടു. പക്ഷെ നമ്മളുടേത് നല്ല ഫിനിഷിങ് ഉണ്ടെന്ന് 1-2 പേര് പറഞ്ഞു. അപ്പോൾ ഇത് സെറ്റാണ് കേട്ടോ, ലോക്കറ്റും ഇതും കൂടിയിട്ടുള്ള സെറ്റാണ്. അതിപ്പോൾ വേണമെങ്കിൽ ത്രെഡും ഇടാം. ത്രെഡ് എന്ന് പറഞ്ഞാൽ നൂല് പോലത്തെ മാലയും ഇടാം, അല്ലെങ്കിൽ വല്ല പേളിൻ്റെ മാലയും എന്തും വേണമെങ്കിലും ഇടാം. ഗോൾഡാണത്. പിന്നെ ഇത് നമ്മുടെ ഡബിൾ ലെയറിൻ്റെ മാലയാണ്. കുറേ പോയിട്ടുള്ളതാണ്, നിങ്ങൾക്കൊക്കെ അറിയാം, കണ്ടമാനം പോയിട്ടുള്ളതാണ്. അതുപോലെ ഇത് വൈറ്റ് ഗോൾഡിൻ്റെ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു, നാളേക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കാണിച്ചാൽ ഏതെങ്കിലും മറന്ന് കിടക്കുന്ന ആവശ്യക്കാരുണ്ടെങ്കിൽ ആ ആൻറ്റി ഞാൻ ഇതാട്ടോ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എനിക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതുപോലെ അത് പറഞ്ഞപ്പോഴാണ് ഓർക്കണേ കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ മറ്റേ ഫോട്ടോസ് കാണിക്കുമ്പോൾ സ്റ്റാറ്റസിൽ നിന്ന് എടുത്ത് ഇടുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ പിറ്റേ ദിവസമാകുമ്പോഴേക്കും ഞാൻ കണ്ടുവരുമ്പോഴേക്കും അത് സ്റ്റാറ്റസിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കത് മനസ്സിലാവില്ല നിങ്ങൾ പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോളും. അപ്പോൾ അതൊന്ന് ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് നമ്മുടെ ആനവാലിൻ്റെ വള. അപ്പോൾ ഇതൊക്കെ എനിക്ക് പാക്ക് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി ഞാൻ നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഇന്നലെ നവരത്നത്തിൻ്റെ സെറ്റല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേർക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമാവുകയും വാങ്ങിക്കാൻ ഓർഡർ തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് നമ്മുടെ കയ്യിൽ പ്ലേറ്റ് ചെയ്തതുണ്ടായിരുന്നു, കൊടുത്തു. അല്ലാത്തതൊക്കെ ഓർഡറുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു നമ്മുടെ കളക്ഷൻസ്. അപ്പോൾ എന്തായാലും എനിക്ക് അത് കേട്ടപ്പോൾ നമുക്കും ഒരു സന്തോഷം. അപ്പോൾ കിട്ടുന്നവരൊക്കെ നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ നമുക്കത് കേൾക്കാനായിട്ട് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പാപ്പനും ഡോണും മക്കളും കൂടിയിട്ടുള്ള സിനിമ കാണലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചാക്കോച്ചൻ ഇടയ്ക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടോടും അവിടെ നിന്ന് ഇങ്ങോട്ടോടും ഒന്ന് തലയിടിക്കും. ഇങ്ങനെയുള്ള ബഹളവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കും കേട്ടോ. ഞാൻ പറയാറില്ല 7 മണി തൊട്ട് ഭയങ്കര ബഹളമാണ് നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഈ സമയത്ത് കുറേ പേര് എനിക്ക് വോയിസ് മെസ്സേജൊക്കെ അയക്കും. അപ്പോൾ അവർക്ക് ഞാൻ മറുപടി അയക്കുമ്പോൾ പറയും ഇവിടെ നല്ല മേളാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അയക്കുക. കാരണം ടി വിയുടെ ഒച്ച ഉണ്ടാവും, ഫോണിൻ്റെ ഒച്ച ഉണ്ടാവും, കുട്ടികളുടെ ഒച്ച ഉണ്ടാവും, ആകെ മൊത്തം നല്ല ബഹളവും, ചിലപ്പോൾ കുക്കർ ചീറ്റണ ഒച്ചയും കൂടി ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ തോമുവിനും മരുന്ന് കൊടുക്കണതാട്ടോ. അവന് മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ കൂട്ടാക്കില്ല, അപ്പോൾ വായ കുത്തിയിട്ട് കരയണതാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മാമിൻ്റെ പേര് പറഞ്ഞാൽ വേഗം കഴിക്കും. അവൻ്റെ മാമിനെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് മാമിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കഴിക്കും. അപ്പോൾ ചാക്കോച്ചൻ്റെ അവൻ കരയണത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് പിന്നെ അങ്ങനെയൊന്നുമില്ല, മരുന്ന് കൊടുത്താലും വലിയ പ്രശ്നമില്ലാണ്ട് കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തോമുവിനെ കളിയാക്കുക. അപ്പോൾ മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കളിയാക്കണം. അപ്പോൾ അവൻ നാണക്കേടുകൊണ്ട് കണ്ണിങ്ങനെ പൊത്തിയിട്ട് കിടക്കണതാണ് കേട്ടോ. അങ്ങനെ വേറെ പനിയൊന്നുമില്ല, അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 കുളി കഴിഞ്ഞ് അവരതേക്ക് എടുത്തി. ഇനിയിപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പരിപാടികൾ കഴിഞ്ഞപ്പോൾ ഡിവൈൻ്റെ കൊച്ചിനെയും കൊണ്ട്
മുകളിലേക്ക് ഡോണിനെ വിടാണ്. അത് കഴിഞ്ഞിട്ട് തോമോനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് മറ്റേ ചപ്പാത്തിയാണ്. അപ്പോൾ ഞാനാദ്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചോറാണ് ഇഷ്ടം, പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ചപ്പാത്തി തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇത് കുട്ടികൾക്ക് നാളേക്ക് സ്നാക്സിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെക്കണതാട്ടോ. കീമയും കാര്യങ്ങളൊക്കെ ഉടച്ച് വെക്കണതാണ്, കട്ട്ലേറ്റോ സ്നാക്ക് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ കോളിഫ്ലവർ ആയിരുന്നു ഇന്ന് കറി ചപ്പാത്തിക്ക്. അങ്ങനെ ചപ്പാത്തിയും കറിയും കൂടി കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം മറ്റേ കടുവ കണ്ട് അങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോയിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, രണ്ടുപേരും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണ കാരണം ഇവർ പോകാൻ കാത്തു നിൽക്കും, എനിക്കൊന്ന് വോയിസ് ഓവർ കൊടുക്കണം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവരുടെ ബഹളം കാരണം എനിക്കൊന്നും പറ്റില്ല. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഇതൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊന്ന് തലചിറ്റണ പോലെ തോന്നി. പ്രഷർ നോക്കിയപ്പോഴാണ് ലോ പ്രഷർ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് എന്താണെന്നറിയാമല്ലോ. അപ്പോൾ ഉപ്പിട്ടൊരു ഗ്ലാസ് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വേറെ ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ പിള്ളേരുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ കൊടുത്തുട്ടാ. ഇന്ന് പിന്നെ പുറത്തിറങ്ങിയപ്പോഴും വലിയ ചൂടുണ്ടായിരുന്നില്ല. മറ്റേത് ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് കയറിനോട് കൂടി തല ചുറ്റും. പക്ഷേ ഇന്നെന്തോ ഒരു ചൂടും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. പക്ഷേ കൊതുക് നല്ലോണം ഉണ്ട്, നല്ല കൊതുക് എന്ന് പറഞ്ഞാൽ നല്ല കൊതുകുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയും നേരത്തോടെ ഓൾ ഔട്ട് ഓൺ ചെയ്തിട്ടോളാൻ പറയും. കാരണം വെറുതെ കുഞ്ഞു കുട്ടികളുള്ളതല്ലേ, 3 പേരും ചെറിയവരാ. പിന്നെ നമുക്കായാലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തോടെ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് കൊതുവും ഈച്ചയുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈച്ച വന്നിട്ടില്ല, ഇനിയിപ്പോൾ എന്താണാവോ ഈച്ചയുടെ വരവ്. അങ്ങനെ പരിപാടികളൊക്കെ കഴിച്ച് ഞാൻ ഒരേ ഭാഗം പൂട്ടി ഇങ്ങോട്ട് പോന്നു. അപ്പോൾ കിച്ചണിൽ വന്നപ്പോൾ കിച്ചണിലെല്ലതും കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാത്രം വെള്ളം വെക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ കലണ്ടറിൽ അന്നത്തെ കാര്യങ്ങൾ ഞാൻ പറയാറില്ലേ, ഞാൻ എഴുതാറുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി ബാക്കിയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ നാളെ പുട്ടിലേക്കുള്ള കടലയാണ്. അപ്പോൾ ഒന്നെങ്കിൽ പുട്ടും കടല ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചപ്പാത്തിയിൽ ബാക്കിയുണ്ട്, അപ്പോൾ അതിൽ പൂരി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡിംപിൾ കിടക്കാൻ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ എനിക്ക് പകർത്താൻ പറ്റിയിട്ടില്ല ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് എണ്ണ പകർത്തിയിട്ടില്ല. ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലോണം തെളിയും ഇരുന്നിട്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നാളെയോ മറ്റന്നാളോ എപ്പോഴാണ് ഞാൻ കുപ്പിയൊക്കെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 11:30 ആയിട്ടോ, സമയം 11:30 ആയി. പക്ഷെ ഞാനിപ്പോൾ ഇത് കൊടുക്കുമ്പോഴേക്കും 11:45, കാരണം എൻ്റെ എല്ലാ പരിപാടികളും കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും പോവുക, അതോടുകൂടിയിട്ട് വോയിസ് ഓവർ കൊടുക്കുക, ഇത്രയേ ഉള്ളൂ എൻ്റെ പണി. നാളേക്കുള്ളതും ഞാനൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളേക്ക് ഇനി വോയിസ് ഓവർ കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ 2 മണിക്കായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വ്യൂസ് കൂടി വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വശത്തുനിന്ന് വന്ന തെറ്റാണ്. ഒരു വർഷമായിട്ട് ഒരു അനക്കം ഉണ്ടായില്ല. അത് മറ്റേതൊക്കെ ആയ ചാനലായിരുന്നു. പക്ഷേ നമ്മൾ വീണ്ടും വീഡിയോസും കാര്യങ്ങളും ഇടാണ്ട് അതെന്താ പറയുക, നമ്മളുടെ അശ്രദ്ധ അത്രേ പറയാനുള്ളൂ. പക്ഷേ ഇനി അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഒരൊറ്റ ഒരു ഇതിനെ അത് പൊക്കി കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ എന്നും വീഡിയോസ് ഇടണത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാട്ടോ. കാരണം ഈ ഫോട്ടോസ് എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, പിന്നെ അതിന് വോയിസ് ഓവർ കൊടുക്കണം, എക്സ്പോർട്ട് ചെയ്യണം, അങ്ങനെ പണികൾ കുറേ ഉണ്ടല്ലോ. അപ്പം ഞാൻ അതിൻ്റെ പിന്നിലായതുകൊണ്ട്, 2 വീഡിയോയുടെയും പിന്നിലായതുകൊണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരം ഒന്നും കിട്ടണില്ല. എന്നാലും ഉള്ള നേരത്ത് ഉള്ള പോലെ അങ്ങോട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് ഡ്രീം കളക്ഷൻസ് കാണണം കേട്ടോ.